വിശന്നിട്ട് വയറ് വേദനിക്കുന്നു. കലത്തിലൊന്നുമില്ല. 2 ദിവസമായി. ചാച്ചൻ വരട്ടെ മോനെ. ചാച്ചനെ നോക്കിയിരിക്കാൻ വയ്യ അമ്മേ. എനിക്ക് വിശക്കുന്നമ്മേ. പട്ടിണി കിടന്ന് മരിക്കാൻ ഇടവരുത്തല്ലേ മാതാവേ. എല്ലാ ചലനങ്ങൾക്കും ഒരു പ്രേരകമുണ്ടാകും. ചലിക്കാനുള്ള ഇവരുടെ പ്രേരകം വിശപ്പായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയെ കഠിനമായി ബാധിച്ചു. ദാരിദ്ര്യത്തിന്റെ കരിനിഴലുകൾ പരിഹാസച്ചിരിയോടെ അവർക്ക് മുന്നിൽ നിരന്നു. മധ്യ തിരുവിതാംകൂറിന്റെ വളക്കൂറുള്ള മണ്ണിൽ വിയർപ്പ് തുള്ളികൾ തളം കെട്ടിയിട്ടും ആദാമിന്റെ മക്കൾക്ക് പട്ടിണിയും പരിഹാസവും കൂടപ്പിറപ്പായി. മക്കളുടെ ഒട്ടിയ വയറും കലങ്ങിയ കണ്ണുകളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള അവരുടെ അധമ്യമായ ആഗ്രഹവും ഒരു പുറപ്പാടിനവരെ ഒരുക്കി. അങ്ങനെ കരുതി വെച്ചതെല്ലാം കയ്യിലൊതുക്കി കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളെ കൂടെ കൂട്ടി അവർ നടന്നു നീങ്ങി. കരങ്ങളിൽ ഉയർത്തിയ ജപമാലയും ചോർന്നൊലിക്കാത്ത മനോധൈര്യവും അഗ്നിസ്തംഭവും മേഘത്തൂണും പോലെ അവർക്ക് വഴികാട്ടി. അങ്ങനെ തങ്ങളുടെ വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി ഉറ്റവരെയും ഉടയവരെയും പിറന്ന മണ്ണും പിറവികൊണ്ട നാടും ഇട്ടെറിഞ്ഞ് പുതിയൊരു കാനാൻ ദേശത്തേക്ക്, മലബാറിലേക്ക് അവർ യാത്ര തിരിച്ചു. മലബാർ മാനുവൽ, പറിച്ചു നടപ്പെട്ടവന്റെ സങ്കീർത്തനം. കാറ്റു പറഞ്ഞതും പൊള്ള്, കടലു പറഞ്ഞതും പൊള്ള്, ഞാൻ കണ്ടത് നേര്. പെരുമഴ പെരുമ്പറ മുഴക്കി പെയ്തുകൊണ്ടിരുന്ന നാളുകൾ. പൊന്നുവിളയിക്കാൻ പെരുങ്കാട് താണ്ടി കന്നിമണ്ണിൽ കാലുകുത്തിയവന് ഒന്ന് പിഴച്ചു. കൂടെ നടന്നവരെ കൂട്ടി നിർത്താൻ അവനാകാതെ പോയി. വിധിയുടെ കരുണയില്ലാ കരങ്ങൾ സംഹാര താണ്ഡവമെടുത്തു. മരണത്തിന്റെ മണിനാദം മാറ്റൊലി കൊണ്ടു. മലബാറിന്റെ മലമടക്കുകളിൽ പവിഴം കൊയ്യാൻ പോന്ന കുടിയേറ്റക്കാരൻ എന്റെ അഗസ്തി. കണ്ണീർ കടൽ തോരാമഴയായി പെയ്തിറങ്ങിയ പെരുമഴക്കാലത്ത് അവന്റെ ഏങ്ങലടികൾ ആ മഴയിൽ ലയിച്ചില്ലാതായി. വിശ്വാസില്ല തമ്പുരാന്റെ മനോഹരം നിങ്ങൾക്കറിയുമോ, ഞാൻ ഈ കണ്ട ഭൂമിയൊക്കെ വെട്ടിപ്പിടിക്കാൻ വന്നതാന്നേ. പക്ഷേ ഇപ്പൊ പഴയ ചങ്കൂറ്റൊന്നുമില്ലാന്നേ. അതെങ്ങനാ? കൂടെ വന്നവരൊക്കെ എന്നെ ഇട്ടേച്ചൊക്കെ പോയില്ലേ? എന്നെ ഇട്ടേച്ച് അവരങ്ങോടെ തമ്പുരാന്റെ അടുത്തേക്ക് പോയത്.
മലബാർ സ്വർഗമാണെന്ന് പറഞ്ഞവൻ എന്തിയേ? മലബാർ മരണവാ. ശവം തിന്ന് മതിയാകാത്ത മണ്ണ് മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭൂതം. എന്റെ മോളുടെ ചാച്ചാന്നുള്ള വിളി മറന്നിട്ടില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ, ഒന്ന് ഒപ്രോശം കൊടുക്കാൻ കഴിയാതെ അവര് പോയി. എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ. എല്ലാം ദൈവം തന്നതല്ലേ. പക്ഷേ ഈ ആഗസ്തി തോറ്റ് പിന്മാറുകയല്ല. എന്റെ കെട്ടോടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയ ഈ മണ്ണിനോട് ഞാൻ പൊരുതും. എന്നിട്ട് ഇവരുടെ കൂടെ ഞാനും അങ്ങ് പോകും. ഈ കാട്ടി ഞാനിനി ഒറ്റയ്ക്ക. കർത്താവേ, കൈവിടല്ലേ നീ. എവിടെയും പ്രതികൂല സാഹചര്യമാണ് ആദ്യകാല കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടി വന്നത്. മരണത്തെ മുഖാമുഖം കണ്ട പലരും തിരുവിതാംകൂറിലേക്ക് മടങ്ങിപ്പോയി. പിടിച്ചു നിന്നവരിൽ പലരും മണ്ണിന്റെ ഇരകളായി. അങ്ങനെ ഒന്നാം അംഗത്തിൽ പലരും പരാജയപ്പെട്ടു. പക്ഷേ കുടിയേറ്റ ചരിത്രം പരാജയത്തിന്റെ കഥ പറയാൻ കാലം അനുവദിച്ചില്ല. രണ്ടാം അംഗത്തിനായി അവർ ഒരുങ്ങി. അങ്ങനെ പോരാട്ടവീര്യം ചോരാത്ത നസ്രാണികളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഓരോന്നായി മുട്ടുമടങ്ങി. പരിവാരങ്ങളും പതിവില്ലാതെ ഈ വഴിക്ക്. ഇനി പാതിരായ്ക്കുമല്ലോ പേടി സ്വപ്നവും. അതോ കയ്യേറാൻ പുതിയ സ്ഥലം വല്ലതും അന്വേഷിച്ചാണ് ഈ വരവെങ്കിൽ ചേട്ടന്മാര് വന്ന വഴിയെ വിട്ടോ. ഒരധ്വാനികള്. സർക്കാരിന്റെ ഉത്തരവെല്ലാവരും കേട്ടല്ലോ. എല്ലാറ്റിനെ ഈ മലബാറിൽ നിന്ന് ഞാൻ കെട്ടുകെട്ടി. ഇനി തണ്ടെടുക്കാനാണ് ഭാവമെങ്കിൽ ഈ ലാത്തി അതിന് മറുപടി തരും. അല്ലേലും പാവങ്ങൾക്ക് കൂട്ട് പാതിരിയല്ലേ ഉള്ളൂ. ഏമാൻ ചോദിച്ചില്ലേ സ്വപ്നം കണ്ടോന്ന്? കണ്ടേ, പക്ഷേ പേടി സ്വപ്നമല്ല. മലബാറിന്റെ മലമടക്കുകളിൽ പവിഴം വിളയിക്കാൻ പോകുന്ന സ്വപ്നം. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പേടിയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്വപ്നം. ഭരിച്ചു ഭരിച്ച് സാധാരണക്കാരന്റെ വയറ് പിളർക്കുന്ന മന്ത്രിമുഖവന്മാർ ഒരു നാൾ സത്യം തിരിച്ചറിയുമെന്ന സ്വപ്നം. അധികാരം തലയ്ക്ക് പിടിച്ച തന്നെ പോലുള്ളവർ ഒരു നാൾ നേർവഴിക്ക് വരുമെന്ന സ്വപ്നം. പിന്നെ നിന്റെ കവല പ്രസംഗം, ഇവറ്റകളെ മുൻനിർത്തിയോളം നിന്റെ കളിയുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം.
വഴക്കിടാനല്ല ഞങ്ങൾ വന്നത്. ഏമാനെ, വിശപ്പ് എന്താണെന്നറിയുമോ? എനിക്കറിയാം. പകലന്തിയോളം പണിയെടുത്തിട്ട് മക്കളുടെ വയറ് നിറയ്ക്കാൻ പറ്റാത്തതിന് വിഷമം ഏമാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് ഓർക്കാൻ വയ്യാഞ്ഞിട്ടാ നാട്ടിലെ എല്ലാം വിറ്റുപെറുക്കി മലബാറിന്റെ വണ്ടി കയറിയത്. പട്ടിണിയില്ലാതെ ജീവിക്കാലോ. സ്വപ്നങ്ങള് നേരാവുന്നത് കണ്ടപ്പോ ഞാനൊന്ന് ഞെളിഞ്ഞു. പക്ഷേ തമ്പുരാനത് ഇഷ്ടപ്പെട്ടില്ലാതെ എന്റെ നല്ല ഭാര്യ ആകെടുത്തു. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. എന്റെ മക്കൾക്ക് വേണ്ടി. അവർക്ക് വേറെ ആരുമില്ല. ഇറക്കി വിട്ട പോകാൻ ഒരിടവും ഇല്ല. മാതാവാണ്. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പട്ടിണി മാറ്റാൻ വന്നവനെ പറ്റിക്കല്ലേ മാനെ. കയ്യിൽ കൂറയില്ലെങ്കി പോയി തെണ്ടടാ. വേണ ഈ പാതിരിയെയും വിളിച്ചോ. നിർത്തണോ? ഏമാന്മാർക്ക് ഏറാമൂളി പറഞ്ഞ് ഓച്ചാഞ്ചി നിൽക്കുന്നവരെ താൻ കണ്ടിട്ട് കാണും. പക്ഷേ നസ്രാണികളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. കൂടപ്പർ പുറങ്ങുന്ന മണ്ണായത്. അവരെ ഇവിടെ ഇട്ടേച്ച് ഇനിയൊരു മലയിറക്കമില്ലടോ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നരകിച്ച ഞങ്ങൾക്ക് നാടും വീടും ഉപേക്ഷിച്ച് വന്ന് സ്വന്തം ജീവൻ തന്നു നോക്കിയത് താൻ പറഞ്ഞ ഈ പാതിരിയാ. ഈ മനുഷ്യന് നേർക്ക് തന്റെ കൈയിനി പൊങ്ങിയ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവിടെ തന്നെ. അതിനെ തടയാൻ തന്റെ ഈ ലാത്തിക്ക് പാങ്ങ് പോരടോ. ഇനി വരുന്നിടത്ത് വെച്ച് ഈ വസ്ത്രം ദേഹത്തുള്ളിടത്തോളം കാലം ഇവരുടെ മുമ്പിൽ ഞാനും ഉണ്ടാകും. അത് മരണത്തിലേക്കുള്ളതാണെങ്കിൽ അങ്ങനെ. തലയ്ക്കു മീതെ ഒരുവൻ സുരിശയെ മരിച്ചു കിടക്കുമ്പോ പിന്നെ എന്നാ പേടിക്കാനാതെ? താൻ കരുതിയിരുന്നോ? ആയിരത്തി 1946 മലബാർ പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് മദ്രാശി സർക്കാർ മുൻകാല പ്രാബല്യത്തോടെ പുറപ്പെടുവിച്ചു. 1959 ഇനാം അബോളിഷൻ ആക്ടിലൂടെ മധ്യ കർണാടകയിലെ ഷിമോഗയിലേക്ക് കുടിയേറിയവർ നിർബന്ധിത കുടിയിറക്കത്തിന്റെ ഇരകളായി. മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ചവർക്ക് മനസ്സമാധാനം നഷ്ടമായി. തുടർക്കഥയെന്ന വണ്ണം അരങ്ങേറിയ കൊട്ടിയൂർ കുടിയൊഴിപ്പിക്കലും കണ്ണുനീരിൽ കുതിർന്ന ചരിത്രത്തിന്റെ ഭാഗമായി. പള്ളികളും മഠങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു. വൈദികർ അറസ്റ്റിലാക്കപ്പെട്ടു. ഒരു ജന്മം കൊണ്ട് നേടിയതെല്ലാം വെണ്ണീറായി പൊലിഞ്ഞു പോകുന്ന കാഴ്ച മണ്ണിനെ മനസ്സോട് ചേർത്തവന്റെ ഉള്ളിൽ കനലായി എരിഞ്ഞു. കാടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെക്കാൾ ഭീകരം ചില മനുഷ്യമൃഗങ്ങളാണെന്ന തിരിച്ചറിവ് അവരെ മറ്റൊരു പോരാട്ടത്തിന് സജ്ജരാക്കി. തലശ്ശേരി അതിരൂപത സ്ഥാപിതമായതോടെ കുടിയേറ്റ ചരിത്രത്തിന്റെ ഗതി മാറ്റപ്പെട്ടു. പിന്നീട് മലബാർ സ്വപ്നം കണ്ടുണർന്നത് വളർച്ചയുടെ പുത്തൻ പുലരികളാണ്. ഇതിന്റെയെല്ലാം അമരക്കാരനായി മലബാറിന്റെ മോസസ് വള്ളോപ്പള്ളി പിതാവ്. മലബാർ കുടിയേറ്റം ഇതിഹാസമെങ്കിൽ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഇതിഹാസ പുരുഷനാണ്. കുടിയിറക്ക് ഭീഷണി നേരിട്ട മലബാറിന്റെ മക്കൾക്ക് രക്ഷകരായി കൂടുതൽ വൈദികർ നേതൃത്വനിരയിലേക്ക് കടന്നുവന്നു. ഷിമോഗയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരെ വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ ചന്ദനക്കാമ്പാറായിൽ പുനരധിവസിപ്പിച്ചു. കൊട്ടിയൂരിന്റെ ശബ്ദമായി കൊട്ടികെട്ടിയ വക്കീലന്മാർ കോടതി മുറികളിൽ വിജയഭേരി മുഴക്കി. അങ്ങനെ കൊട്ടിയൂർ കുടിയൊഴിപ്പിക്കലിൽ നിന്നും സർക്കാർ പിന്മാറി.
പ്രതിസന്ധികൾക്കിടയിലും പതറാതെ പിടിച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കിയത് കാലത്തെ അതിജീവിച്ചവനിലുള്ള അവരുടെ അടിയുറച്ച വിശ്വാസമായിരുന്നു. ഓലമേഞ്ഞ കൂരയുടെ കീഴെ അവർ അവരുടെ വിശ്വാസം നട്ടുവളർത്തി. ജീവിതത്തിന് വേണ്ട ഊരും ഊർജവും കർത്താവിൽ നിന്നവർ ചോദിച്ചു വാങ്ങി. പള്ളിയും പള്ളിക്കൂടവും നാടും നാട്ടുകാരും അവരുടെ കൂടെ വളർന്നു. അങ്ങനെ കുതികാൽ വെട്ടിയവർക്ക് മുൻപിൽ കുടിയേറ്റ ചരിത്രം ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതുചരിത്രമായി മാറി. പക്ഷേ ഇന്നും അവർ പോരാട്ടത്തിലാണ്, മണ്ണിനോടും മനുഷ്യരോടും. കാലഭേദമന്യേ കയ്യേറ്റക്കാരെന്ന് മുദ്ര ചാർത്തപ്പെടുമ്പോഴും കെടുതികളുടെ കാരണഭൂതരെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കപ്പെടുമ്പോഴും കാട്ടുമൃഗങ്ങൾ കടിച്ചു വലിക്കുമ്പോഴും കോടതി മുറികളിൽ കയറിയിറങ്ങുമ്പോഴും കാലത്തിന്റെ കോമാളികളായി തീരുമ്പോഴും ഉറ്റവരുടെ ജീവൻ കൺമുന്നിൽ പൊലിഞ്ഞു പോകുമ്പോഴും അവർ സഹിച്ചു നിൽക്കും. കാരണം അന്നും ഇന്നും മണ്ണിനെ സ്നേഹിച്ചവൻ കർഷകനാണ്, തലമുറയെ പോറ്റുന്നവൻ കർഷകനാണ്, പ്രത്യാശയോടെ ഭാവിയെ നോക്കിക്കാണുന്നവൻ കർഷകനാണ്. നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ ധീരചരിതരോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കാരണം അവർ കാണിച്ച മഹാമനസ്കതയുടെ അടിത്തറമേലാണ് പിന്നീടെല്ലാം പണിയപ്പെട്ടത്. അവർ തെളിച്ച വഴികളിലൂടെയാണ് നാം നടന്നു തുടങ്ങിയത്. ഇവിടുത്തെ ഓരോ തരി മണ്ണിനും പറയാനുണ്ട് ഈ മനുഷ്യരുടെ ത്യാഗോജ്വലമായ കഥകൾ. കാലത്തിന്റെ കാർമേഘങ്ങൾ ഒന്നൊഴിയാതെ പെയ്തിറങ്ങിയപ്പോഴും അവർ തളർന്നില്ല. കാരണം അവരെ നയിച്ചത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. പ്രതീക്ഷയുടെ നാം പറ്റൂ എന്ന് തോന്നുന്ന വേളയിൽ ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമത്തില് നാട് വിശന്നു തുടങ്ങിയപ്പോൾ 1940-കളില് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടുംബങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കപ്പയും കാച്ചിലും നടാനായി മലബാറിലേക്ക് മല കയറിയവരിൽ ഒരു വിഭാഗം വെള്ളാർമലയുടെ താഴ്വാരത്തിൽ കൃഷി വ്യാപിച്ചു, റോഡ് വന്നു, വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഉയർന്നു. അവിടെ വിട്ട് നമ്മളെങ്ങനെ പോകും? എനിക്ക് ജീവിക്കാൻ ദൈവം പ്രതീക്ഷ തന്നിരിക്കുന്നു. പ്രതീക്ഷയുടെ നാം പറ്റൂ എന്ന് തോന്നുന്ന വേളയിൽ ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് We are the pilgrims of hope. നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. മക്കബായർ 8:18. അങ്ങനെ മലബാർ ചരിത്രം പറിച്ചു നടപ്പെട്ടവന്റെ പ്രത്യാശയുടെ സങ്കീർത്തനമായി.